ഹലോ ഹായ് റിമീസ് കാണാ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വീണ്ടും നമ്മളിത് പുതിയ കുറേ ചെടികളുമായിട്ടാട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട്. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. ഒരുപാട് സമ്മാനങ്ങളുടെ മഴയാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ്. ഇതിന് വെരി റെയർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ 5 പീസ് മാത്രം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ പ്ലാന്റ് നിങ്ങൾക്ക് കണ്ടാൽ എന്തേലും മനസ്സിലാവുന്നുണ്ടോ? ഇത് നമ്മുടെ ക്രിക്രി പിങ്ക് റോസ് ഓർ നമ്മുടെ സിംഗിൾ കനകാംബരം റോസിൻ്റെ വലിയ പൂക്കളോട് കൂടിയുള്ള തൈകളാട്ടോ. വലിയ പൂക്കളാണ്. ക്രിക്രി പിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ബട്ടൺ റോസ് വെറൈറ്റിയാണ്, കുനുകുനായിട്ട് പൂക്കുന്നത്. അതിൻ്റെ വലിയ പൂക്കളാണ് കണ്ടോ, പന്ത് പോലെയാണ് ഓരോ പൂക്കൾ ഉണ്ടാകുന്നത്. ഇതിന് 5 തൈകൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ആവശ്യക്കാർ വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ. ഇനി നമ്മൾ കുറേ തൈകൾ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഉടൻ തന്നെ വേഗം തൈകളൊക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ. സൈസിന് പ്ലാന്റിൻ്റെ സൈസൊക്കെ കാണിക്കുന്നുണ്ട്. ഒരുപാട് പേര് ചോദിക്കും സൈസ് കാണിക്കുക. ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ടൈം വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ നമ്മൾ വീഡിയോ കാണിക്കുന്ന സൈസ് തന്നെയാണ് നമ്മൾ തരുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചിലർ വീണ്ടും സൈസ് ചോദിക്കും. നമ്മളിതിൻ്റെ പിക്ക് എടുത്ത് വെക്കാറില്ല കേട്ടോ. ഓൾറെഡി നമ്മുടെ ഫോണിൽ പിക്ക് ഫുള്ള് നിറഞ്ഞിരിക്കുവാണ്. അത് കാരണമാണ് നമ്മൾ പുതിയതായിട്ട് പിക്ക് എടുത്ത് വെക്കാതെ. അപ്പോൾ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് വീഡിയോ ഫുള്ളി കാണാൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമ്മൾ കാണിക്കുന്ന പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ. ഇത് അത്രയും റെയർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ 5 പീസാണ് അവൈലബിൾ. സൂപ്പർ പ്ലാന്റ് ആണ് കേട്ടോ. ബട്ട്റോസ് ആണ് കണ്ടോ. ഓരോ നമ്മുടെ ക്രിക്രി പിങ്ക് ഓർ കനകാംബരത്തിൻ്റെ വലിയ പൂക്കളാണ്. നല്ല ഫ്രാഗ്രൻറ്റ് കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ 5 തൈകൾ അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് ചെയ്തയച്ചാൽ മതി. കാര്യം എന്നാന്ന് പറഞ്ഞാൽ കുറച്ച് തൈകൾ മാത്രമേ ഉള്ളത് കൊണ്ട് നമുക്കിതിൻ്റെ ഇതിൻ്റെ പിക്കൊന്നും നമുക്ക് കാറ്റലോഗിൽ ആഡാക്കാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ. അത് കാരണമാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പ്ലാന്റ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫയർ റെഡ് റോസാണ് കേട്ടോ. നമ്മളിത് ലാസ്റ്റ് ടൈം ഓഫറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫയർ റെഡ് റോസാണ്. നല്ല ഭംഗിയായിട്ടുള്ള ഫയർ റെഡ് കളറിലുള്ള റോസാണ്. നല്ല ലവ് ആൻഡ് ഫയർ റെഡ് റോസ്. അതിൻ്റെ കളർ കണ്ടോ, അത്രയും നല്ല ഡീപ്പ്ലി റെഡും പിങ്കും പീച്ചും ഒക്കെ കൂടി ചേർന്ന് വരുന്ന ഒരു കളറാണ് ഈ റോസിന് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറേ തൈകൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. തൈൻ്റെ സൈസും കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഇത് നമ്മുടെ അതിൻ്റെ തളിരിലകൾ കണ്ടു, നല്ല ഒരു പിങ്ക് പോലെ വന്നിട്ടാണ് അതിൽ പൂക്കൾ ഉണ്ടാകുന്നത്. നല്ല രസമാണ് കാണാൻ. നമ്മുടെ സൂപ്പറായിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ കുറേ തൈകളുണ്ട്. പിന്നെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് പനീർ റോസ് ഉണ്ടോ. അപ്പോൾ പനീർ റോസിൻ്റെ ഒരുപാട് പീസുകൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഓൺ റൂട്ടഡ് ആയിട്ടുള്ള റോസുകളാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ചിലർ ചോദിക്കുന്നത് കുറച്ച് ഇതളുള്ളതാണോ അതോ ഇങ്ങനെ ഇത്രയും ബഞ്ചായിട്ടുള്ള ഇതളുകളായിട്ടുള്ള പൂക്കളാണോ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. ഈ കാണിക്കുന്ന ബഞ്ചായിട്ട് ഇതളുകളുള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ പ്ലാന്റ് തന്നെയാണ് നമ്മൾ തരുന്നത് കേട്ടോ. പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ദയവായിട്ട് പൂക്കൾ നോക്കുക, പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളും നോക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഫെയറി പിങ്ക് റോസ് ആണ്. ഇതിൻ്റെ 5 തൈകൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറവായിട്ടുള്ള പ്ലാന്റിൻ്റെ ഇത് പറയുന്നുണ്ട്, എത്ര തൈകളാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ക്വാണ്ടിറ്റി നമ്മൾ എല്ലാ പ്ലാന്റും പറയുന്നത്. കൂടുതലുള്ളത് നമ്മളൊന്നും പറയുന്നില്ല. നമുക്ക് പനീർ റോസ് ഒരുപാടുണ്ട്. പക്ഷേ ഈ ഫെയറി പിങ്ക് റോസ് നമുക്ക് 5 തൈകളാണുള്ളത്. തൈകളുടെ സൈസും കാര്യങ്ങളൊക്കെ നമ്മളോട് കാണിക്കുന്നുണ്ട്. മിനിഞ്ഞാന്നും ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു തൈൻ്റെ സൈസ് കാണിക്കുമെന്ന്. എൻ്റെ ഒരു സെപ്പറേറ്റ് പിക്ക് ഇല്ലാത്തത് കാരണമാണ് ഞാൻ പറഞ്ഞു വീഡിയോയിൽ ഉള്ളതുപോലെ തന്നെയാണെന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ തൈയുടെ വലിപ്പവും കാര്യങ്ങളൊക്കെ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ 5 പ്ലാന്റ് മാത്രം നമ്മുടെ കയ്യിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചേച്ചാൽ മതി വാട്സപ്പിൽ കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബഞ്ചായിട്ട് പൂക്കുന്ന നമ്മുടെ സൂപ്പർവായിട്ടുള്ള റോസാണ്. ലാവൻഡർ ഡ്രീം റോസ് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. നല്ല ലാവൻഡർ കളറിലാണ്. നമുക്ക് ഈ വെയിലിൽ കാണുന്നത് കൊണ്ടായിരിക്കും ഇങ്ങനെ തോന്നുന്നത്. അപ്പോൾ ഏറ്റവും നല്ല ഭംഗിയായിട്ട് നമ്മുടെ വീട് നല്ല അടിപൊളിയാക്കാൻ പറ്റുന്ന റോസാണ്. പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റോസാണ്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് തൈകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ പ്ലാന്റുകളൊക്കെയാണ് ഇപ്പോൾ നമുക്ക് പുതിയ പ്ലാന്റുകളായിട്ട് കിട്ടിയിരിക്കുന്നത്. വരും ദിനങ്ങൾ ഒരുപാട് പ്ലാന്റുകൾ കൊണ്ടുവരുന്നതായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് പറയാം, ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റിയൊക്കെ കമ്മിയായിരിക്കാം. ഫസ്റ്റ് കിട്ടുന്നവർ വേഗം തന്നെ ഓർഡർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്നാൽ മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.